ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 10ാം ക്ലാസ് വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു കാര്യം കേട്ടാണ് നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തത് അല്ലേ? സോ അങ്ങനെ വന്ന് ബോർഡ് എക്സാം ഒക്കെ അടുക്കാറാണ് ടൈമിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഈ 10ാം ക്ലാസ്സിന് ശേഷം എന്താണ് നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ +1 +2 എന്തായാലും ഉണ്ട്, അത് നിങ്ങൾക്കറിയാം അല്ലേ? സോ എന്നാലും +1 +2ന് ശേഷം നമുക്കൊരു കരിയർ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ 10ന് ശേഷമായിട്ടുള്ള നമ്മുടെ +1ലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിലൊരു ഡിസിഷൻ എടുക്കണം. കാരണം അവിടെ നിങ്ങൾ ഏത് സ്ട്രീമാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിനുശേഷം നിങ്ങൾ ഏത് സ്ട്രീം ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് +2 ബോർഡ് എക്സാം ഒക്കെ എഴുതിയതിന് ശേഷം അല്ലെങ്കിൽ +2 പഠിച്ച് ഉടനെ തന്നെ നമ്മൾക്ക് അതിന് ശേഷം എഴുതാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകളെ പറ്റി പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമാണ് നമ്മുടെ കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ കീം എക്സാം. അപ്പോൾ കീം എക്സാം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിലേക്കും ഫാർമസി കോളേജുകളിലേക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള ഒരു അവസരമാണ്. സോ മക്കളെ, അപ്പോൾ നമ്മൾ കീം എക്സാമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അല്ലേ? കീം എക്സാം നിങ്ങൾ എഴുതി നല്ലൊരു മാർക്ക്, നല്ലൊരു റാങ്ക് കരസ്ഥമാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് CEE എന്ന് പറയും, അതായത് കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാം നടത്തുന്ന നമ്മുടെ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, കോളേജുകളിലേക്ക് അഡ്മിഷൻസ് വേണ്ടിയിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്ത് അങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് കീം എക്സാമിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. കീം എക്സാം എന്ന് പറയുന്നത് CBT മോഡിൽ നടക്കുന്ന ഒരു എക്സാമാണ്. CBT മോഡ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 3 മണിക്കൂറാണ് നമ്മുടെ കീം എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ 3 സബ്ജക്റ്റുകളാണ്. ഇതിൽ ഫിസിക്സിൽ നിന്ന് നിങ്ങൾക്ക് 45 ചോദ്യവും, കെമിസ്ട്രിയിൽ നിന്ന് നിങ്ങൾക്ക് 30 ചോദ്യങ്ങളും, മാത്തമാറ്റിക്സിൽ നിന്ന് 75 ക്വസ്റ്റ്യൻസുമാണ് എന്ത് ചെയ്യുന്നത് ഈ കീം എക്സാമിനുള്ളത്. അപ്പോൾ നമുക്കിത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പ്രയോറിറ്റി വളരെ കൂടുതലുള്ളത് നമ്മുടെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് തന്നെയാണ്. എന്തുകൊണ്ടാണ് മാത്തമാറ്റിക്സിന് ഇത്ര ഇമ്പോർട്ടൻസ് പോകുന്നത്? എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രീമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് മാത്തമാറ്റിക്സിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ ഓരോ ശരി ഉത്തരത്തിനും നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കും. അങ്ങനെ നിങ്ങൾ ഒരു ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്കായിരിക്കും നെഗറ്റീവ് മാർക്കായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി എക്സാമിൻ്റെ സിലബസ്. അപ്പോൾ സിലബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ +1ലും +2ലും നിങ്ങൾ എന്താണോ NCERT പഠിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ കീം എക്സാമിനുള്ള സിലബസ്. പക്ഷേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ ലെവലൊക്കെ എന്ത് ചെയ്യും, കുറച്ചൊന്ന് മാറിയിരിക്കും. ബോർഡ് എക്സാമിനെക്കാട്ടും കുറച്ചുകൂടെ ടഫായിരിക്കും. പക്ഷേ അത് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു ഇനഫായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു സ്കോർ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാം എഴുതുന്ന പോലെ അല്ല നമ്മുടെ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ കീം എൻട്രൻസ് എക്സാമിന് ഒരു ചോദ്യത്തിന് 5 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഉത്തരം ഏതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പെൻ ആൻഡ് പേപ്പർ മോഡിലായിരുന്നു ഈ എക്സാം നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും നമ്മുടെ എക്സാം നടക്കുന്നത്. ഓരോ ദിവസം 5 ദിവസമൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ എക്സാം നടക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും രാവിലെയും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റുകളിലായിട്ടും എക്സാം നടക്കുന്നത്. അപ്പോൾ ഇതാണ് കീം എക്സാമിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു എഞ്ചിനീയർ ആകുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കും അല്ലേ? സോ ഒരു എഞ്ചിനീയർ ആകുക എന്ന് പറയുമ്പോൾ നല്ലൊരു പ്ലേസ്മെൻറ്റും നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? ജോലിക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ബെറ്റർ എഞ്ചിനീയറിംഗ് കോളേജസിൽ പഠിക്കുകയാണെങ്കിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി നമുക്ക് ഹൈ സാലറി ഉള്ള MNCകളിലേക്ക്, അതായത് കമ്പനികളിലേക്ക് നമുക്ക് ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രത്തോളം കോമ്പറ്റീറ്റീവ് എക്സാമുകൾ എഴുതി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കീം മാത്രമല്ല, നമുക്ക് ഒരുപാട് എൻട്രൻസ് എക്സാംസ് ഉണ്ട്. സോ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു എക്സാമാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള JEE മെയിൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ JEE മെയിനും കീമും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. JEE മെയിൻ എന്ന് പറഞ്ഞിട്ട് 3 മണിക്കൂറുള്ള ഒരു CBT എക്സാം തന്നെ ആയിരിക്കും. ഇതേപോലെ മൾട്ടിപ്പിൾ ഷിഫ്റ്റിൽ നടക്കുന്ന ഒരു എക്സാം തന്നെയാണ്. ശരി ഉത്തരത്തിന് 4 മാർക്ക്, തെറ്റുത്തരത്തിന് 1 നെഗറ്റീവ് മാർക്ക് എന്നുള്ള രീതി തന്നെയാണ്. പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഫിസിക്സിനകത്ത് 25 ചോദ്യം, കെമിസ്ട്രിക്കകത്ത് 25 ചോദ്യം, മാത്തമാറ്റിക്സിലും 25 ചോദ്യം. അതിൽ 20 ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ക്വസ്റ്റ്യൻസിനെല്ലാം 4 ഓപ്ഷൻസ് വെച്ചുണ്ടായിരിക്കും. ദെൻ ബാക്കി 5 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യം വായിച്ച് ഉത്തരം എഴുതി നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതിൻ്റെ ഉത്തരം കറക്റ്റ് ഇൻഡിജർ വാല്യൂ ആയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് JEEയും കീമും തമ്മിലുള്ള വ്യത്യാസം. JEE വഴി നമുക്ക് ഇന്ത്യയിലുള്ള ടോപ്പ്
പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ IITസിലും NITസിലുമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അഡ്മിഷൻ നേടാൻ പോകുന്നത്. അതാണ് ഇതിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. കീം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമല്ല ഫാർമസി കോളേജുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം BPharm പോലെയുള്ള ഫാർമസി കോഴ്സുകൾക്കും കീം എൻട്രൻസ് എക്സാം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യം. സോ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്താൽ ഇതെല്ലാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്ത വർഷം നിങ്ങൾ +1 കടക്കാൻ പോവുകയാണ്. സോ +1 കടക്കാൻ പോകുന്നതിന് മുന്നേ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഡിസിഷനും നിങ്ങൾ എടുത്തിരിക്കണം. സോ അപ്പോൾ നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള സൈലം സ്കൂളുകളിലേക്കുള്ള നമ്മുടെ +1 അഡ്മിഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷനാണ് നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എക്സാമിൻ്റെ അടുത്ത ഒരു സ്ലോട്ട് നിങ്ങൾക്ക് വരുന്നത് ഡിസംബർ 7-ാം തീയതിയാണ്. സോ അപ്പം എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ല മാർക്കോടുകൂടി ഈ ഒരു എക്സാം നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ സൈലത്തിൻ്റെ സ്കോളർഷിപ്പോട് കൂടി തന്നെ നിങ്ങൾക്ക് +1 +2 പഠിക്കാവുന്നതാണ്. സോ അതോടൊപ്പം തന്നെ എൻട്രൻസ് ഓറിയൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള KEAM JEE പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും നല്ല മാർക്ക് വാങ്ങി നല്ല റാങ്ക് വാങ്ങിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ തന്നെ പഠിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.